സാരി അമ്മ, സാരി കത്തുന്നു അമ്മ. അയ്യോ സാരി. അയ്യോ, ഇത് രാജനന്ദിനി സാരിയാണല്ലോ. അമ്മേ, അമ്മേ, അമ്മ സാരി കത്തി. ദാ നോക്കൂ ഇവിടെ. അയ്യോ, കഷ്ടമായല്ലോ. ആ പോട്ടെ, ഇനി വേറെ സാരി കൊണ്ടുവന്ന് ദേവിക്ക് സമർപ്പിക്കാം. അല്ല, കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയത്? നമ്മൾ കണ്ടിരുന്നു കാർത്യായനി ക്ഷേത്രത്തിൽ വെച്ച്. അതെ അമ്മേ, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അഷ്ടമിയായിരുന്നു. ഇന്നും അഷ്ടമിയാ. അതെ, എല്ലാ അഷ്ടമിക്കും കുട്ടി അമ്പലത്തിൽ വരുമല്ലേ? അതെ അമ്മേ, എല്ലാ അഷ്ടമിക്കും അമ്പലത്തിൽ വരുന്നത് നല്ലതാണെന്നാ അച്ഛനും അമ്മയും പറയാറ്. അവരുടെ വാക്കുകൾ അനുസരിക്കുമ്പോ എനിക്കൊരു സമാധാനം കിട്ടും. സോറി അമ്മേ, ഞാൻ വെറുതെ സംസാരിച്ച അമ്മയുടെ സമയം പാഴാക്കുന്നില്ല. അമ്മ പ്രാർത്ഥിച്ചോളൂ. ഞാൻ ദേവിക്ക് സമർപ്പിക്കാനാ ഈ സാരി കൊണ്ടുവന്നത്. പക്ഷെ ഈ കത്തിയ സാരി ദേവിക്ക് സമർപ്പിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞ കുട്ടിയെ നോക്കി നിന്നപ്പോ ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. അതിനിടയില സാരിക്ക് തീ പിടിച്ചത്. അയ്യോ, ഞാൻ കാരണാണോ ഇങ്ങനെ സംഭവിച്ചത്? സോറി അമ്മ, ഞാൻ അറിയാതെ. അല്ലല്ല, തെറ്റെന്റേത് തന്നെയാ. അല്ല, ഈ സാരി കണ്ടപ്പോ ഇത് രാജനന്ദിനി സാരിയാണെന്ന് കുട്ടി കൃത്യമായി പറഞ്ഞല്ലോ. അതെങ്ങനെ മനസ്സിലായി? രാജനന്ദിനി പട്ടിന് കടുത്ത നിറങ്ങൾ കുറവായിരിക്കും. ഒരുപാട് ഡിസൈൻസും ആർട്ട് വർക്ക്സും കാണില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഇത് വാങ്ങി കൊടുക്കുന്നവര് പിന്നെ ഇത് മാത്രമേ വാങ്ങൂ. അത്രയ്ക്ക് ഇഷ്ടപ്പെടും. പ്രധാന കാരണം ഇതിന്റെ ക്വാളിറ്റിയും വില കുറവാ. കൊള്ളാലോ. ഇതൊക്കെ ആര് പറഞ്ഞു തന്നു? കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? എന്റെ അച്ഛനൊരു ചെറിയ ടെക്സ്റ്റൈൽസിലാ ജോലി ചെയ്യുന്നത്. അച്ഛൻ എപ്പോഴും രാജനന്ദിനി പട്ടിനെ കുറിച്ചും അതിന്റെ നെയ്ത്തിനെ കുറിച്ചും പറയാറുണ്ടമ്മേ. ആ കടയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് രാജനന്ദിനി സാരികളാ. രാജനന്ദിനിയാണ് ബെസ്റ്റ്. എല്ലാവർക്കും അറിയാതെ. കുട്ടിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. നിനക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തരണമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അയ്യോ അമ്മേ, ഞാൻ വെറുതെ 2 വാക്ക് പറഞ്ഞതിനാണോ സമ്മാനം? എനിക്കൊന്നും വേണ്ടമ്മേ. അങ്ങനെയല്ല, കുട്ടി ഇപ്പൊ പറഞ്ഞില്ലേ മുതിർന്നവരുടെ വാക്ക് കേൾക്കുമ്പോ കുട്ടിക്ക് സമാധാനാവുമെന്ന്. അപ്പോ ഇത് എന്റെ സമാധാനത്തിനും എന്റെ സന്തോഷത്തിനുമാ. കുട്ടിയുടെ അഡ്രസ് തന്നോളൂ. എനിക്ക് എന്തെങ്കിലും തന്നേ പറ്റൂ. അതമ്മേ, ഞാൻ അഡ്രസ് തരാം. അമ്മക്ക് എപ്പോ വേണമെങ്കിലും എന്റെ വീട്ടിലേക്കും വരാം. പക്ഷെ പ്ലീസ് ഒന്നും കൊണ്ടുവരരുത്. അതിന്റെ ആവശ്യമില്ലാഞ്ഞിട്ടാ. അത് പറ്റില്ല. കുട്ടിക്ക് എന്തെങ്കിലും തരാതെ എനിക്ക് മനസമാധാനം ആവില്ല എന്നൊരു തോന്നല്. ഞാൻ ഈ അമ്പലത്തിൽ വന്ന് കുട്ടിയെ ഇവിടെ വെച്ച് കണ്ടപ്പോ ഇങ്ങനെയൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നുവെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് എന്തെങ്കിലും കുട്ടിക്ക് തന്നേ പറ്റൂ. ഞാനത് തന്നില്ലെങ്കിൽ മരിക്കുന്നത് വരെ അതിന്റെ വിഷമം എന്റെ മനസ്സിലുണ്ടാവും. കുട്ടി അത് വാങ്ങണം. പറ്റില്ല എന്ന് പറയരുത്. അയ്യോ അമ്മ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരി, അമ്മയ്ക്ക് തരണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഈ സാരി തന്നോളൂ. എനിക്കത് ഭയങ്കര സന്തോഷാ. അയ്യോ, ഈ കത്തിയ സാരിയോ? അതെ. അമ്മ എന്നെ നോക്കി നിന്നപ്പോ പറ്റിയ അബദ്ധമാണെങ്കിൽ അതിന് ദേവി അറിഞ്ഞു ചെയ്ത അനുഗ്രഹമാണെന്ന് കരുതി ഞാൻ അതിനെ വാങ്ങും. എല്ലാം ദേവിയുടെ തന്നെ നിശ്ചയങ്ങളല്ലേ? 100% ശരിയാ. വാങ്ങിച്ചോളൂ.
എനിക്ക് കേൾക്കണ്ട നിങ്ങൾ പറയുന്നത്. ഭക്ഷണം കഴിക്കാതെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഒരാളെ പോലും കൂട്ടാതെ അമ്മ അമ്പലത്തിൽ പോയിരിക്കുന്നു. നിങ്ങൾ ഒരാൾക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലേ ഈ വീട്ടില്? ഇന്നലെ രാത്രി കിടന്നുറങ്ങാൻ പോകും വരെ ഈ ക്ഷേത്ര ദർശനത്തെ കുറിച്ച് ഒരു സൂചന എന്നോട് പറഞ്ഞിരുന്നില്ല കുഞ്ഞെ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനോ ഇവരിൽ ഒരാളെയോ കൂട്ടി മാത്രമേ ഞാൻ വിടുമായിരുന്നുള്ളൂ. അമ്പലത്തിൽ പോണമെന്ന് അമ്മ തീരുമാനിച്ചത് അർദ്ധരാത്രിയിലാണ്. ബാലമാമ അറിഞ്ഞില്ലെങ്കിൽ പോട്ടെ. പക്ഷെ ഇവരൊക്കെ എന്തെടുക്കായിരുന്നു ഇവിടെ? അമ്മയെ നോക്കാൻ ഇനി ഞാൻ വേറെ ആളെ അപ്പോയിന്റ് ചെയ്യണോ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. അമ്മ ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടതാണ് സർ. പക്ഷെ കൂടെ ചെല്ലാൻ സമ്മതിച്ചില്ല. സാധാരണ ദർശനം പോലെ അല്ലെന്നും രാജനന്ദിനി സാരി സമർപ്പിക്കാൻ പോകുന്നുവെന്നും കൂടെ വരണ്ടെന്നും അമ്മ പറഞ്ഞു. ഇവരിത് വന്ന് എന്നെ അറിയിച്ചു സർ. ഞാൻ ഉടനെ തന്നെ ബാലമ്മയെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. അതാ സാറിനെ അറിയിക്കാഞ്ഞത്. ഞാൻ ഗായത്രിയമ്മയെ ഫോണിൽ വിളിച്ചിരുന്നു. പക്ഷെ അമ്മ ഫോൺ എടുക്കാതെയാ പോയത്. ഏത് അമ്പലത്തിലാ പോയെന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ടാ അന്വേഷിച്ചിറങ്ങാഞ്ഞ്. പിന്നെ പോയത് അമ്പലത്തിലാന്നുള്ള ആശ്വാസം ഉണ്ടായിരുന്നു. അത് സത്യമാ. What happened, brother-in-law? ഇവിടെന്താ കുറ്റവിചാരണ നടക്കുകയാണോ? എല്ലാവരും ടെൻഷനിലാണല്ലോ. അമ്മ ഭക്ഷണം കഴിക്കാതെ ഗുളിക കഴിക്കാതെ ഫോൺ പോലും എടുക്കാതെ അമ്പലത്തിൽ പോയിരിക്കുന്നു. ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ്. അതിന് ടെൻഷൻ വേണ്ട ചേട്ടായി. അമ്മ ഗുളിക കഴിച്ചിട്ട് പോവാനാ സാധ്യത. അമ്മയുടെ ഫോണിൽ റിമൈൻഡർ ഒന്നും വന്നില്ലല്ലോ ബാലമ്മ. ഇല്ല കുഞ്ഞെ. എങ്കിൽ ഉറപ്പായും ഗുളിക കഴിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ ആ ഫോണിൽ റിമൈൻഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷീ വിൽ ബി ഫൈൻ, നോ പ്രോബ്ലം. യാ brother-in-law, പ്ലീസ് കൂൾ ഡൗൺ. അമ്മ ഇപ്പൊ ഇങ്ങ് തിരിച്ചു വരും. വരട്ടെ. അമ്മ വരുന്നവരെ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഗോപി, ആരാ വണ്ടിയുടെ ഡ്രൈവർ? സുരേഷാണ് സർ. കറുത്ത കാറും കൊണ്ടാ പോയത്. സുരേഷിന് നമ്പർ ഉണ്ടോ കയ്യില്? ഉണ്ട് സർ. സർ കൊടുക്ക സർ. അമ്മേ, സാറ് ലൈനിലുണ്ട്. സംസാരിക്കണമെന്ന്. ഞാൻ വീട്ടിലാരോടും പറയാതെ ഇറങ്ങിയത്. അവരെല്ലാരും പേടിച്ചു കാണും. ഇപ്പൊ വരാന്ന് പറഞ്ഞോളൂ. ശരി സർ. ഇപ്പൊ വരാന്ന് പറഞ്ഞു സർ. ശരി സർ. മോളുടെ വീട് അടുത്ത് തന്നെയാണോ? ഡ്രോപ്പ് ചെയ്യണോ ഞാൻ? വേണ്ടമ്മേ, ഞാൻ ഓട്ടോ പിടിച്ചോളാം. അമ്മ പോയിക്കോളൂ. ഇനിയും ഇടയ്ക്കിടയ്ക്ക് കാണാം നമുക്ക്. പിന്നെ ഈ സമ്മാനം തന്നെന്ന് വെച്ച് എന്നെ മറക്കരുത്. ഒരിക്കലും ഇല്ല. ഞാൻ അമ്മയ്ക്ക് അഡ്രസ് തന്നില്ലല്ലോ. ശരി അമ്മേ, അമ്മ പോയിക്കോളൂ. ഞാൻ കാരണം ലേറ്റ് ആവണ്ട. നന്നായി വരട്ടെ. ശരി അമ്മേ.
ചെക്കു, എനിക്ക് വിശന്നിട്ട് വയ്യ. മദറിലോ വരുന്നത് വരെ നമ്മൾ എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നത്? പോയി ബ്രദറിനോട് പറ, നമുക്ക് കഴിക്കാന്ന്. ചെല്ല്. ചേട്ടായി, ചേട്ടായി വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അമ്മ വന്നോളൂ. അതെ ബ്രദറിലോ. എനിവേ അമ്മ അമ്പലത്തിലല്ലേ പോയിരിക്കുന്നെ, എന്തിനെത്ര ടെൻഷൻ? ബ്രദറിലോ ഡ്രൈവറോട് സംസാരിച്ചതല്ലേ? ആ, എനിക്ക് വിശപ്പില്ല, നിങ്ങൾ പോയി കഴിച്ചോ, ഞാൻ അമ്മ വന്നിട്ട് കഴിച്ചോളാം. ദേ ഗായത്രി അമ്മ വന്നു. അമ്മയ്ക്ക് 100 വർഷം ആയുസ്സാ. ഗോപി, പോയി പ്ലേറ്റ് എടുത്തു വെക്ക്, ഞങ്ങൾ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനെത്തും. അമ്മ എന്തിനാ ഇത്ര ധൃതി കാണിച്ചത്? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ അമ്പലത്തിലേക്ക്. അതൊന്നും സാരമില്ല. ആ ദേ, ഇന്ന് അമ്പലത്തിലൊരു വിശേഷം ഉണ്ടായി. ഞാൻ മുമ്പ് ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, മുഖത്ത് നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയെ പറ്റി. അമ്മയ്ക്ക് ഏത് പെൺകുട്ടി ഐശ്വര്യം ഇല്ലാത്തത്? എനിക്ക് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ആരോഗ്യ പ്രശ്നമുള്ളവർ ഗുളിക കഴിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും അമ്പലത്തിൽ പോകണമെന്ന് ഏത് ശാസ്ത്രത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? അമ്മയെന്ന് പറഞ്ഞ കേൾക്കട്ടെ. ശാസ്ത്രത്തിൽ പറയുന്ന മാത്രമേ ചെയ്യാൻ പാടുള്ളൂ രവി. ആ, ഇന്ന് ഞാൻ രാവിലെ പോയതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ വീണ്ടും കാണാൻ സാധിച്ചത്. അതൊരു നിമിത്തമായിരുന്നു. ദേവി ഇന്നലെ ഈശ്വരിയമ്മയെ കൊണ്ട് പറയിപ്പിച്ചതും ഞാൻ ഇന്ന് അവിടെ പോയതും അവളും ഞാനും കൂടെ വീണ്ടും പരസ്പരം കാണാനാ. മദറിലോ കൊറേ നേരമായി ആ പെൺകുട്ടി ഈ പെൺകുട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ പെൺകുട്ടിക്ക് എന്താ ഒരു പേരില്ലേ പറയാൻ? അയ്യോ, പേര് ചോദിക്കാൻ മറന്നുപോയി രേഖ. ഷേ, എന്ത് കഷ്ടമാണെന്ന് നോയിക്കോണേ. അവളെ കണ്ടപ്പോഴേക്ക് എനിക്ക് നല്ല പരിചയം പോലെ തോന്നി. ഒരു പൂർവ്വജന്മ ബന്ധമുള്ളതുപോലെ. അതുകൊണ്ടാ പേര് ചോദിക്കുന്ന കാര്യം പോലും ചിന്തിക്കാത്തത്. ആ, പേര് ചോദിച്ചില്ലെങ്കിൽ സാരമില്ല, അവളുടെ അഡ്രസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് നോക്കി ഞാൻ നേരിട്ട് പോയി അവരുടെ പേരും നാളും ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. എന്താ, അതുപോരെ? ആർക്കതുപോലെ എന്ന്? എന്റെ അമ്മ എങ്ങോട്ടും പോയി ആരുടെ പേരും നാളും ഒന്നും തിരക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അമ്മ വന്ന് ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കും. ആ, അതൊക്കെ കഴിക്കാടാ. ആദ്യം നീ ഇതൊന്ന് കേക്ക്. അമ്പലത്തിൽ നേർച്ചയ്ക്ക് ഞാനൊരു സാരി കൊണ്ടുപോയിരുന്നു. അബദ്ധത്തിൽ ആ സാരി വിളക്കിന്റെ തിരിയിൽപ്പെട്ട്. എന്റെ പൊന്നമ്മേ, അമ്പലത്തിൽ പോയ കഥ തൽക്കാലം ഒന്ന് നിർത്ത്. ഈ ദൈവം, അമ്പലം, ഐശ്വര്യമുള്ള പെൺകുട്ടി, ഇതൊക്കെ അമ്മ തന്നെ കയ്യിൽ വെച്ചാ മതി. എനിക്കൊരു സാരിയുടെയും ഒരു ഐശ്വര്യമുള്ള പെൺകുട്ടിയുടെയും വിശേഷം ഇപ്പൊ കേൾക്കണ്ട. ആദ്യം ഭക്ഷണം കഴിക്കുന്ന നമ്മൾ, അത് കഴിഞ്ഞു മതി അമ്പലത്തിലെ വിശേഷങ്ങൾ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ആ ബാലമ്മ, ദാ ഇത് പൂജാമുറിയിൽ വെച്ചേക്കോ, എന്നിട്ട് വരൂ ആഹാരം കഴിക്കാം.
ഭംഗിയായിരിക്കുന്നു അല്ലേ? ആ ഇതൊന്ന് ഉടുത്തു നോക്കാൻ കൊതിയാവും എനിക്ക്. സാരി രാജതന്ത്രിനിയാ, അതതിന്റെ ഗുണം കാണിക്കും. എവിടെയെങ്കിൽ തന്നെ നോക്കട്ടെ. നല്ല വിലപിടിപ്പുള്ള സാരിയായത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭംഗി മാത്രമല്ല, ഈടും കൂടുതലാ. കടയിൽ ഒരു പീസിന് 8 മുതൽ 10,000 വരെ വില വരും. എന്റെ കരിക്കോത്തിയമ്മേ, 10,000? ഓ, ഈ സാരി അവര് ഫ്രീ ആയിട്ട് തന്നെങ്കിൽ അവരേത് വലിയ വീട്ടിലെ അമ്മയായിരിക്കും എനിക്ക് തോന്നുന്നത്. ചിലപ്പോ രവിവർമ്മൻ സാറിനെക്കാളും വലിയ വീട്ടിലുള്ളതാവാനും മതി. ആ അമ്മയെ കാണാൻ നല്ല ഐശ്വര്യായിരുന്നു അമ്മ. നല്ല ആഠ്യത്യം ഉണ്ടായിരുന്നു. കണ്ടപ്പോ തന്നെ കൈകൂപ്പി തൊഴണമെന്ന് തോന്നിപ്പോയി. അതിപ്പോ ആരായാലും ശരി, അവരുടെ കയ്യിൽ നിന്ന് നീ സാരി വാങ്ങരുതായിരുന്നു. അത് മോശമായിപ്പോയി. ആ അമ്മ നിർബന്ധിച്ചിട്ടാ അച്ഛാ. ഇനിയിത് വാങ്ങിച്ചില്ലെങ്കിൽ വേറെ വലിയ ഗിഫ്റ്റ് വാങ്ങിത്തരുന്നു ഭയന്നിട്ടാ എനിക്കിത് വാങ്ങേണ്ടി വന്നത്. ചിലപ്പോ ആ അമ്മ അമ്പലത്തിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കൊണ്ടുവന്നായിരിക്കും. അത് അച്ഛൻ വാങ്ങണ്ടാന്ന് പറഞ്ഞത്. ശ്രീകുട്ടി, നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് വന്നേ. ഈ തുണികളൊന്ന് വിരിക്കാൻ സഹായിക്ക്. ശരി. ശ്രീയുടെ അച്ഛനെന്താ ഇങ്ങനെ ഗൗരവത്തിലിരിക്കുന്നത്? സാരിയാണെങ്കിലും ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയതല്ലേ, പ്രസാദമായിട്ട് കരുതിയാ മതി. ദേവിക്ക് ചാർത്തുന്ന സാരികള് എത്ര എണ്ണം ലേലത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ആൾക്കാർ വാങ്ങാറുണ്ടല്ലോ. അതൊന്നുമല്ല കാര്യം. ആരാ എന്താന്നൊക്കെ അറിയാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് സാരിയൊക്കെ മേടിക്കാന്ന് പറഞ്ഞ വല്ല ചന്ദനോ പായസോ ഒക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം. ഇതിപ്പോ ആ സ്ത്രീയുടെ ഉദ്ദേശം എന്താണെന്ന് ആർക്കറിയാം? ശ്രീയുടെ അച്ഛൻ വെറുതെ എഴുതാപ്പുറമൊന്നും വായിക്കാൻ നിൽക്കണ്ട. മോള് പറഞ്ഞത് കേട്ടില്ലേ, അവരേതോ വലിയ വീട്ടിൽ ആളെ പോലെ ഇരിക്കുന്നു. മോളോടെ ഒരിഷ്ടം തോന്നിട്ട് കൊടുത്തതായിരിക്കും. ആർക്കറിയാം, അവർക്ക് ചിലപ്പോ കെട്ടുപ്രായമായ ഒരു മകനുണ്ടായിരിക്കും. എവളെ കണ്ടപ്പോ മരുമകളാക്കാനും തോന്നിക്കാണും. എനിക്ക് തോന്നുന്നേ ദേവി തന്നെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച മനഃപൂർവ്വം ഉണ്ടാക്കിയതാന്നാ. ശ്രീടച്ച നോക്കിക്കോ, ഈ സാരി കൊടുത്ത അമ്മ ഇനി മോളെ തിരക്കി ഈ വീട്ടിലും കയറി വരും. എന്തോ നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു ഉറപ്പാ.